ഹലോ ഗൈസ്, നിങ്ങളെന്ന് അറിയുന്നുണ്ടാവല്ലോ, ഇസ്രയേലും US-ഉം ഇറാനും തമ്മിലുള്ള വാറിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടുവരുന്നൊരു അപ്ഡേറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് അടച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഒരു ട്രംപ് കാർഡാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിലൂടെയാണ് എല്ലാ തരത്തിലുള്ള ക്രൂഡ് ഓയിലും അതേപോലെ പെട്രോളിയവും എല്ലാ തരമുള്ള ഓയിൽ സംവിധാനങ്ങളെല്ലാം അതിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് അടച്ചിടുന്നതോടുകൂടി ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ US അതേപോലെ ഇന്ത്യ അങ്ങനെയുള്ള പല 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 രാജ്യങ്ങൾക്ക് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് അടച്ചിടുന്നതോടുകൂടി വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടുകൂടി ട്രംപ് എല്ലാവരോടും, US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് എല്ലാവരോടും നേറ്റോയിലുള്ള എല്ലാ മെമ്പേഴ്സിനോടും സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് തുറക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ടുള്ള കുറേ ആവശ്യങ്ങൾക്കായിട്ട് അവർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടെ അത് ബലം പ്രയോഗിച്ച് തുറക്കേണ്ടതില്ല, അങ്ങനെ തുറക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്ക് ട്രംപിനോട് തിരിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ട്രംപ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ശക്തരാണ്, ഞങ്ങളിത് തുറക്കും, എന്തായാലും തുറക്കും, ആരുടെ സഹായം വേണ്ട എന്നുള്ള ഇതെല്ലാം ഒരു പ്രസ്താവന ഇന്ന് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇതാണ് ഇന്നത്തെ ഒരു മേജറായിട്ടുള്ള അപ്ഡേറ്റ്. നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. സൈനിങ് ഓഫ്, ദിസ് ഇസ് നവനീത്.